ഹായ് ഫ്രണ്ട്സ്, സൊല്യൂഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ഹാൻഡ് സാനിറ്റൈസർ ഇപ്പോൾ വിപണിയിൽ കിട്ടാത്തത് കാരണം നിങ്ങൾ വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കുകയാണോ? എങ്കിൽ സൂക്ഷിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പേ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്ന എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതലായിട്ടുള്ള ഒരുപാട് സൊല്യൂഷൻസ് ടിപ്പുകളുമായിട്ട് വരുന്നതാണ്. SSLC +1 +2 മാത്രമല്ല, ഇനി അങ്ങോട്ട് നമ്മളിപ്പോൾ കൊറോണ പോലുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ പലതരത്തിലുള്ള സൊല്യൂഷൻസും നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. പരിഹാരങ്ങളുണ്ടോ, ഉണ്ടാക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഈ ചാനൽ ഞാൻ എപ്പോഴും പറയാൻ വിട്ടുപോകുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സെർച്ച് ചെയ്താൽ മനസ്സിലാകും. ഇതിലെവിടെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതേ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നു, സജസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അത് പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല ഒക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വീട്ടിൽ വെച്ച് ഒരുപാട് പേര് ഇപ്പം ചെയ്യുന്നൊരു കാര്യമാണ് ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കുന്നത് സേഫ് ആണോ? ഇസ് സേഫ്? നോട്ട് 100% ഷുവർ. ഇതൊരിക്കലും സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല. കാര്യം എന്താണെന്നറിയോ? നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ CDC, സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ പോലെയുള്ള മുന്നറിയിപ്പുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കാൻ പ്രശ്നമില്ല, പക്ഷേ അതിലുപയോഗിക്കുന്ന ആൽക്കഹോൾ കണ്ടൻറ്റ്, അതിൻ്റെ പ്രൊപ്പോർഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ പല വീഡിയോസ് കണ്ടാലും അതിൽ മനസ്സിലാവും ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ അതിൽ വേണം, മീൻസ് റബ്ബിംഗ് ആൽക്കഹോൾ വേണം, അതുപോലെ തന്നെ അലോവേറ ജെല്ല് വേണം, അതുപോലെ ഗ്ലിസറിൻ വേണം, കളർ ഉപയോഗിക്കുന്നവർ കളറുണ്ട്, സ്മെല്ലിന് വേണ്ടി എസെൻഷ്യൽ ഓയിലുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അവിടെ റബ്ബിംഗ് ആൽക്കഹോൾ എന്ന് പറയുന്ന ഐസോപ്രോപ്പൈൽ ആൽക്കഹോളിൻ്റെയും അലോവേറ ജെല്ലിൻ്റെയും കണ്ടൻറ്റുകളുടെ പ്രൊപ്പോർഷൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തവർ അത് കൃത്യമായി തന്നെ ചെയ്യണം. ലാബിൽ നിന്നൊക്കെ ചെയ്യുമ്പോൾ ഒരു ആൽക്കഹോൾ സ്കെയിലുണ്ട്, ആൽക്കഹോൾ സ്കെയിൽ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ കൃത്യമായിട്ട് പ്രൊപ്പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു പോയാൽ ഹാൻഡ് സാനിറ്റൈസർ കൊണ്ട് ഒരു ഉപകാരവുമില്ല. മിനിമം 60% എങ്കിലും, WHO ഒക്കെ പറയുന്നത് മിനിമം 60% എങ്കിലും ആൽക്കഹോൾ കണ്ടന്റ് അതിൽ വേണം. നിങ്ങൾ 2/3 കപ്പ് 1/3 കപ്പ് എന്ന് എടുക്കുമ്പോൾ ആ കപ്പിൻ്റെ കൃത്യമായ അളവ് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ലാബിൽ വെച്ച് ലബോറട്ടറി പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് സാനിറ്റൈസർ ഉണ്ടാക്കുന്നതെങ്കിൽ ഓക്കെ, അവിടെ എല്ലാത്തരം മീറ്റേഴ്സുകളും ടെസ്റ്റ് ട്യൂബും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. കറക്റ്റ് മീറ്റർ, ഓരോ മില്ലിമീറ്ററും ഒക്കെ വെച്ചിട്ടുള്ള കൃത്യമായ അളവും ധാരണയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. പക്ഷേ നിങ്ങൾ കപ്പ് 2/3 കപ്പ് 1/3 കപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഹാൻഡ് സാനിറ്റൈസർ ഈസ് നോട്ട് 100% ഷുവർ, ജെന്യുവിൻ എന്ന് പറയാം. 100% സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഉണ്ടാക്കുന്നത് 100% നമുക്ക് വിയോജിപ്പ് തരുന്നൊരു സംഭവമാണ്. അതിനോട് യോജിക്കാൻ പറ്റുന്നതല്ല. കൂടുതലും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാകും. ഇപ്പോഴത്തെ അവസ്ഥ കൊറോണയുടെ ഭീതി വെച്ചിട്ട് നമുക്ക് കിട്ടാൻ പ്രയാസകരമായൊരു കാര്യം തന്നെയാണ്. അപ്പോൾ വീട്ടിലുണ്ടാക്കാൻ പറ്റില്ലേ? പറ്റും, വീട്ടിലുണ്ടാക്കാം, തെറ്റൊന്നുമില്ല. പക്ഷേ എന്ത് ശ്രദ്ധിക്കണം? ഐസോപ്രോപ്പൈൽ ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ മിനിമം 60% എങ്കിലും വേണം. അതിൻ്റെ കൃത്യമായ മില്ലി ലിറ്ററും അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആസ് എ കെമിസ്ട്രിയൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളിപ്പോൾ +1 +2 ഒക്കെ ഇപ്പോൾ സയൻസ് എടുത്തവർക്ക് അതിൽ കൃത്യമായിട്ട് മനസ്സിലാകും. നിങ്ങൾ ഈ ഫ്ലെയിമബിൾ ടെസ്റ്റുകളും പലതരം പ്രസിപ്പിറ്റേറ്റുകളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾ കറക്റ്റ് ഒരളവ് കൊടുത്ത് 0.01 0.02 ശ്രദ്ധിക്കണം. 0.1 അല്ല, 0.01 0.02 മില്ലി, 0.03 അങ്ങനെ ഓരോ ചെറിയ ഡെസിമീറ്ററുകളാണ്, അല്ലെങ്കിൽ ചെറിയ മില്ലിമീറ്ററുകളാണ് എന്തായിട്ട് മാറുന്നത്, നമ്മൾ കൃത്യമായിട്ട് അളവാക്കിയെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് അങ്ങോട്ട് 0.03 പ്രസിപ്പിറ്റേറ്റിൻ്റെ കളർ മാറുന്നത് എങ്കിൽ അത് അവിടെ മോസ്റ്റ് അക്യുറേറ്റ് ആണ്. അതും അക്യുറേറ്റ് അല്ല, 0.003 ആയാലോ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ പ്രൊപ്പോർഷൻസും കൃത്യമായിട്ട് ധാരണയുള്ള ഒരാൾക്ക് വീട്ടിൽ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങളുടെ കയ്യിൽ ആൽക്കഹോൾ മീറ്റർ ഉണ്ടാവും. അത് ലാബിൽ വെച്ചിട്ട് ആൽക്കഹോൾ മീറ്റർ ഉപയോഗിച്ചിട്ട് ആൽക്കഹോൾ കണ്ടൻറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ എന്തായിട്ട് മാറും? അല്ലാതെ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു ഹാൻഡ് സാനിറ്റൈസർ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വെറും ജെല്ലായിട്ട് മാറും. അതിനെക്കൊണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും, പക്ഷേ അതിനെക്കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല, കൊറോണ പോവുകയൊന്നുമില്ല. അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും ഈ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ കിട്ടാത്തത് കൊണ്ട് ഡ്രിങ്കിങ് ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു. എന്ന് മാത്രമല്ല യൂട്യൂബിൽ പലരും അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്.
WHO-യും CDC-യും പറയുന്നത് പ്രകാരം മാത്രമല്ല, ഈ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കുന്ന കമ്പനി തന്നെ പറയുന്നത് ഡ്രിങ്കിങ് ആൽക്കഹോൾ ഈസ് നോട്ട് യൂസ്ഡ്. അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. അത് കൃത്യമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. അത് പറ്റില്ല. ഡ്രിങ്കിങ് ആൽക്കഹോളും ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും രണ്ട് തന്നെയാണ്. ആ ആൽക്കഹോൾ കൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ഉപകാരമൊന്നുമില്ല. ഇപ്പോൾ ബിവറേജുകൾ തുറന്നു വെച്ചത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആൽക്കഹോൾ കണ്ടന്റ് എത്തിക്കഴിഞ്ഞാൽ ഈ കൊറോണ വൈറസിൻ്റെ DNA ഒക്കെ നശിച്ചു പോകുന്നുള്ളതാണോ അതറിയില്ല. അത് ഞാനല്ലല്ലോ, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വീട്ടിൽ നിന്ന് ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കുന്നവർ അത് പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് കൈമാറുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് 100% സേഫ് ആണോ എന്ന് നോക്കുക. മീൻസ് ആൽക്കഹോളിൻ്റെ കണ്ടന്റ് കൂടുതലുണ്ടോ എന്ന് നോക്കുക. കൃത്യമായിട്ട് ധാരണ വേണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കൃത്യമായി ഷെയർ ചെയ്യുക. പലരും ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, അത് വലിയൊരു സംഭവമാക്കി എടുക്കുന്നില്ല. വെറുതെ ഒരു വാട്സപ്പിലെ സ്റ്റാറ്റസോ ഇൻസ്റ്റാഗ്രാമിലോ സ്റ്റാറ്റസോ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കിയിട്ട് അത് വിപണിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് തെറ്റായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. കാര്യം അത് വെറും ഒരു ജെല്ലായിട്ട് മാറിപ്പോവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.